ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യ എണ്ണകളായിട്ടുള്ള സോയാബീൻ, അതുപോലെ തന്നെ പാം ഓയിൽ, സൺഫ്ലവർ, ഇത്രയും ഭക്ഷ്യ എണ്ണകൾക്ക് കേന്ദ്ര സർക്കാർ 0 മുതൽ 20% വരെ നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇവർ കൊടുക്കേണ്ട ടോട്ടൽ നികുതി എന്ന് പറയുന്നത് 27.5%. ഇതിൽ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും ഡെവലപ്മെൻറ്റ് സെസ്സും സോഷ്യൽ വെൽഫെയർ ചാർജസും ഒക്കെ പെട്ടു. അപ്പോൾ അതിനും പുറമെ റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിലിനും സൺഫ്ലവറിനും 13.75% നിന്നും 37.75% നികുതി വേറെയും ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഫാമേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾക്ക്, പാം ഓയിൽ പ്രൊഡ്യൂസേഴ്സിന് നല്ല പ്രൈസ് ലഭിക്കാനാണ് എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഇതോടുകൂടി ഈ പുതിയ സീസണിലെ പ്രൊഡക്റ്റുകൾ, ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ ഒക്ടോബറോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെച്ചമായിട്ട് ഗുണം ലഭിക്കാൻ ഉള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് ഗോദ്രേജ് ആഗ്രോവേറ്റ് ആണ്. ഗോദ്രേജ് ആഗ്രോവേറ്റ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. സോ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നതും ഈ കമ്പനിയായി